ഇരുളും വെളിച്ചവും ഇടകലർന്ന ആ മുറിയിൽ നിറയെ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ മിന്നിത്തിളങ്ങി. ചുമരുകളിൽ പതിച്ചിരുന്ന ഗെയിമിംഗ് പോസ്റ്ററുകൾക്ക് മീതെ നിയോൺ വെളിച്ചം വീണു. നിരാലി തന്റെ ചെയറിൽ ചാരിയിരുന്ന് മുൻപിലെ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് സംശയത്തിന്റെ നിഴൽ പരന്നു. സ്ക്രീനിൽ ലിയോയുടെ വിജയങ്ങളുടെ കണക്കുകൾ തെളിഞ്ഞു നിന്നു. അവൾ പതുക്കെ വിരലുകൾ ടാപ്പിൽ കൊട്ടി ആലോചിച്ചു. ഇവൻ സാധാരണക്കാരനല്ല. എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എനിക്കത് കണ്ടുപിടിക്കണം. നിരാലിയുടെ ബോയ്ഫ്രണ്ട് എന്ന പേരിൽ കളിക്കുന്ന ഇവൻ ആരായാലും ശരി, അവന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. വെറും ഒരു ഗെയിമർക്ക് ഇത്രയും വേഗത്തിൽ റിഫ്ലക്സുകൾ ഉണ്ടാകില്ല. ഇവനെ കുരുക്കാൻ എനിക്ക് വേറെ വഴികൾ നോക്കേണ്ടി വരും. അവൾ പെട്ടെന്ന് കീബോർഡിൽ വിരലുകൾ ചലിപ്പിച്ചു. പുതിയൊരു ടൂർണമെന്റ് സെറ്റപ്പ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. കപ്പിൾസ് ഡെത്ത് മാച്ച് എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞു. വിജയ്ക്ക് തന്നോടൊപ്പം ഒരു ഡിന്നർ ഡേറ്റ് എന്ന ഓഫർ അവൾ ടൈപ്പ് ചെയ്ത് ചേർത്തു. ഇത് കാണുമ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇതൊരു വെറും കളിയല്ലല്ലോ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ ഒരുക്കുന്ന കെണിയാണ്. ഹാൻഡ് ഓഫ് ഗോഡ് ഗെയിമിലെ ഏറ്റവും അപകടം പിടിച്ച മാപ്പ് തന്നെ ഇതിനായി ഞാൻ തെരഞ്ഞെടുക്കും. അബാൻഡൻ ഫാക്ടറിയിൽ വെച്ച് നിനക്ക് രക്ഷപ്പെടാൻ വഴികൾ ഉണ്ടാവില്ല. എന്റെ എലൈറ്റ് സ്ക്വാഡ് അവിടെ നിന്നെയും കാത്തു നിൽപ്പുണ്ടാവും. എന്റർ കീ അമർത്തിയതോടെ ആ ഇൻവിറ്റേഷൻ ഗെയിം സെർവറിലേക്ക് പറഞ്ഞു. നിരാലി ഒരു വക്രച്ചിരിയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. തന്റെ വലയിൽ അവൻ വീഴുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ ടൂർണമെന്റിൽ ലിയോ പങ്കെടുക്കുമോ? നിരാലീസ് ബോയ്ഫ്രണ്ട് എന്ന പേരിൽ ഗെയിം കളിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? നിരാലിയുടെ കെണിയിൽ അവൻ വീഴുമോ? ലിയോയുടെ മുറിയിൽ മൻസൂറും കനകനും കൂടി ഇരുന്ന് ഫോണിൽ ഗെയിം നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് കനകൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റത്. അവൻ ലിയോയുടെ നേരെ ഫോൺ നീട്ടി. ലിയോ ഒരു നിമിഷം സംശയത്തോടെ അവരെ നോക്കി. എടാ ലിയോ, നീ ഇത് കണ്ടോ? നിരാലി പുതിയൊരു ടൂർണമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കപ്പിൾസ് ഡെത്ത് മാച്ച്. ജയിക്കുന്നവർക്ക് അവളോടൊപ്പം ഡിന്നർ ഡേറ്റ്. നീ എന്തായാലും ഇതിൽ ചേരണം. നിന്നെ പോലത്തെ ഒരാൾക്ക് ഇത് നിസാരമായി ജയിക്കാം. എടാ ലിയോ, ഇതത്ര പന്തിയായി എനിക്ക് തോന്നുന്നില്ല. അവൾ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മത്സരം വെക്കുന്നത്? അത് മാത്രമല്ല, മാപ്പ് നോക്കി, അബാൻഡൻ ഫാക്ടറി. അവിടെ സാധാരണ ആരും മാച്ച് വെക്കാറില്ല. അവിടെ ഒളിച്ചിരിക്കാൻ പോലും സ്ഥലമില്ല. ഇതൊരു കെണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കെണിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് മൻസൂർ. അവൾക്ക് എന്നെ കുറിച്ച് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഒഴിവാക്കാൻ കഴിയില്ല. ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരുന്ന ഞാൻ ഭയന്നുവെന്ന് അവൾ കരുതും. അത് മാത്രമല്ല, അവളുടെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയണം. ലിയോ തന്റെ ലാപ്ടോപ്പ് തുറന്നു. സ്ക്രീനിൽ തെളിഞ്ഞ ഇൻവിറ്റേഷൻ മെസ്സേജിൽ അവൻ ക്ലിക്ക് ചെയ്തു. മൻസൂർ അവനെ തടയാൻ നോക്കിയെങ്കിലും ലിയോ ഉറച്ച തീരുമാനത്തിലായിരുന്നു. ലിയോയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. പേടിക്കേണ്ട മൻസൂർ, അവൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ. അബാൻഡൻ ഫാക്ടറിയിൽ എനിക്ക് ചില പഴയ കണക്കുകൾ തീർക്കാനുണ്ട്. അവൾ അയക്കുന്ന ആരെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. കളി തുടങ്ങട്ടെ. മൻസൂറിന്റെ പേടി സത്യമാകുമോ? ലിയോയെ കാത്തിരിക്കുന്ന അപകടം എന്താണ്? ഈ കളിയിൽ ലിയോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? തുരുമ്പെടുത്ത യന്ത്രങ്ങളും തകർന്ന മതിലുകളും നിറഞ്ഞ ഒരു പഴയ ഫാക്ടറിയുടെ നടുവിൽ ലിയോയുടെ അവതാർ വന്നിറങ്ങി. ചുറ്റും വിജനമായിരുന്നു. കാറ്റിൽ ലോഹങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. ആകാശം ചാരനിറത്തിൽ മൂടിക്കെട്ടി നിന്നു. ലിയോ ജാഗ്രതയോടെ ചുറ്റും നോക്കി നടന്നു. പെട്ടെന്ന് ഒരനക്കം ലിയോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ എതിരാളികൾക്ക് പകരം പൂർണ്ണമായി കറുത്ത വസ്ത്രം ധരിച്ച 5 പേർ അവനെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ കൈകളിൽ ഉയർന്ന ലെവലിലുള്ള ആയുധങ്ങൾ തിളങ്ങി. അത് നിരാലിയുടെ എലൈറ്റ് സ്ക്വാഡ് ആയിരുന്നു. സാധാരണ കളിക്കാരെ പോലെ ആയിരുന്നില്ല അവരുടെ നിൽപ്പ്. അപ്പോ അതാണ് നിന്റെ പ്ലാൻ അല്ലേ നിരാലി? സാധാരണ മത്സരം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി കൂട്ടമായി ആക്രമിക്കാൻ നോക്കുന്നു. പക്ഷേ ഈ 5 പേരെ വെച്ച് എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. മറുപടി പറയാതെ ആ 5 പേരും ഒരേ സമയം ആക്രമണം തുടങ്ങി. വെടിയുണ്ടകൾ ലിയോയ്ക്ക് ചുറ്റും പാഞ്ഞു. അവൻ അതിവേഗത്തിൽ ഓടി മാറി ഒരു പഴയ ടാങ്കിന്റെ പിന്നിൽ മറഞ്ഞു. എന്നാൽ അവർ വിടുന്ന മട്ടില്ലായിരുന്നു. ഓരോരുത്തരും കൃത്യമായ ഏകോപനത്തോടെ അവനെ വളഞ്ഞു മുറുക്കി. ഇവരുടെ കളി സാധാരണ രീതി പോലെയല്ല. ഇവർ പ്രൊഫഷണലുകളാണ്. ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ തന്നെ തീരും. സാധാരണ രീതിയിൽ കളിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാതെ വേറെ വഴിയില്ല. ഈ ആക്രമണത്തിൽ നിന്ന് ലിയോ എങ്ങനെ രക്ഷപ്പെടും? ആ 5 പേർ ആരായിരിക്കും? ലിയോ എന്ത് തന്ത്രമാണ് ഇനി പുറത്തെടുക്കുക? ലിയോയുടെ അവതാർ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. വെടിയുണ്ടകൾ കൊണ്ട് അവന്റെ ഹെൽത്ത് ബാർ കുറഞ്ഞു വന്നു. ഇനി ഒരു നിമിഷം പോലും വൈകിക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. മനസ്സിൽ റെഡ് കിങ് എന്ന വാക്ക് മന്ത്രിച്ചു. പെട്ടെന്ന് അവന്റെ അവതാറിന് ചുറ്റും ചുവന്ന പ്രഭാവലയം പരന്നു. നിരാലിയുടെ സ്ക്വാഡ് അടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോഴേക്കും ലിയോ അപ്രത്യക്ഷനായി. കണ്ണു ചിമ്മുന്ന വേഗത്തിൽ അവൻ അവരുടെ ഇടയിലൂടെ പാഞ്ഞു. അവന്റെ ചലനങ്ങൾ കാണാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഒരു മിന്നൽ പോലെ അവൻ ഓരോരുത്തരെയായി വെട്ടി വീഴ്ത്തി. ഇനി കളി എന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. റെഡ് കിങ്ങിന്റെ വേഗത നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ 5 പേരും നിലംപരിശായി. ദൂരെ ഉയർന്ന കെട്ടിടത്തിന് മുകളിൽ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന നിരാലിയുടെ അവതാറിന് നേരെ ലിയോ കുതിച്ചു. അവൾ കനങ്ങാൻ സമയം കിട്ടും മുൻപേ അവൻ അവളുടെ പിന്നിലെത്തിയിരുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഗെയിമിലെ ലിമിറ്റുകൾക്ക് അപ്പുറമാണ് ഇവന്റെ വേഗത. ഒരു സാധാരണ കളിക്കാരന് ഇങ്ങനെ ചലിക്കാൻ കഴിയില്ല. ആരാണ് നീ? ലിയോയുടെ ഈ ശക്തിയുടെ രഹസ്യം എന്താണ്? നിരാലിക്ക് ലിയോയെ തടയാൻ കഴിയുമോ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലിയോ തന്റെ വാൾ നിരാലിയുടെ കഴുത്തിന് നേരെ നീട്ടിപ്പിടിച്ചു. അവൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. അവന്റെ ശ്വാസം അവളുടെ കാതുകളിൽ തട്ടുന്നത് പോലെ തോന്നി. ഗെയിമിന് പുറത്ത് തന്റെ ലാപ്ടോപ്പിന് മുന്നിൽ മുറിയിലിരുന്ന നിരാലി ഭയത്താൽ വിറച്ചുപോയി. എന്നെ പിടിക്കാൻ നീ ഇനിയും ഒരുപാട് പഠിക്കാനുള്ള നിരാലി. ഈ കളിയെ ജയിക്കാൻ വെറും തന്ത്രങ്ങൾ മാത്രം പോരാ. ലിയോ ആ വാക്കുകൾ പറഞ്ഞു തീർന്നതും ലോഗൌട്ട് ചെയ്തു. അവന്റെ അവതാർ ഒരു പുക പോലെ മാഞ്ഞുപോയി. നിരാലി സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. അവളുടെ മനസ്സിൽ ഒരു പഴയ ഓർമ്മ മിന്നി മാഞ്ഞു. ലിയോയുടെ ആ പ്രത്യേക ചലനങ്ങൾ, ആ റിഫ്ലെക്സുകൾ, അത് അവൾക്ക് പരിചിതമായിരുന്നു. ആ മൂവ്മെന്റ്സ് അത് വെറും ഒരു ഗെയിമറുടേതല്ല. പണ്ട് വടിവൻ മഹാഭദ്ര മെഷീൻ പറത്തിയ ആ വിദ്യാർത്ഥി, അവൻ നീങ്ങിയതുപോലെ തന്നെയായിരുന്നു ഇതും. എന്റെ ദൈവമേ, അത് ലിയോ ആയിരുന്നു. നിരാലിക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. താൻ ഇത്രയും നാളും അന്വേഷിച്ചിരുന്ന ആളെയാണ് താൻ വെല്ലുവിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ഇനി എന്ത് ചെയ്യുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ലിയോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിരാലിക്ക് മനസ്സിലായോ? ഇനി നിരാലി ലിയോയോട് എന്ത് പറയും? വടിവൻ എന്ന മെഷീന്റെ രഹസ്യം എന്താണ്? ലിയോ AD 2500 എന്ന ഈ അത്ഭുത
അടുത്തത് സയൻസ് ഫിക്ഷൻ ഓഡിയോ സീരീസ് കേൾക്കാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് FM ആപ്പ്. പോക്കറ്റ് FM നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ നൗ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ.